ലോകത്തിന്റെ സാഹചര്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. നയമാൻ ചെന്ന് രാജാവിന്റെ ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കുഷ്ഠം മാറ്റി കൊടുക്കണം. രാജാവ് വസ്ത്രം കീറി. രാമൻ പറഞ്ഞു, ഇപ്പൊ അപ്പോഴപ്പോ ദൈവം തരുന്ന ദൂത്. രാജാവ് വസ്ത്രം കീറി, ഞാൻ ആരാ, ദൈവത്തിന് തുല്യമാണോ? പക്ഷെ അവിടെ ഒരു പ്രവാചകൻ പറഞ്ഞു അവനെ അങ്ങോട്ട് വിടാൻ. ദൂത് തരാൻ കഴിഞ്ഞ വർഷങ്ങൾ മുമ്പേ പറഞ്ഞു. ഇനി 2025 മുതൽ 30 വരെയുള്ള കാലഘട്ടങ്ങൾ നിങ്ങൾ നോക്കിക്കോണം. സഭ ശക്തിയായി വളരും. കള്ള നാണയങ്ങളും കള്ളപ്രവാചകന്മാർ തെറിക്കപ്പെടും. കൃപയിൽ ചുമ്മാ പൊത്തുവരുത്ത പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല, ശരിക്കും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ നിലനിൽക്കും. അഡ്ജസ്റ്റ്മെന്റുകളൊന്നും പറ്റത്തില്ല. വലിയ കാറ്റുകൾ വരും. വേണേ കർത്താവിന്റെ രീതി പ്രവചനാത്മാവ് ഞാൻ വിളിച്ചു പറയുക. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അതിന്മേൽ അലച്ചു, ഒന്നും അടിസ്ഥാനമുള്ളതാണ്ട് വീണില്ല. പാറമേൽ അടിസ്ഥാനപ്പെട്ടത് വീഴത്തില്ല. കാരണം ഇനി അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ വരാൻ പോവുക. ചെറിയ കാര്യങ്ങളല്ല, നിയമങ്ങൾ മുഴുവൻ മാറാൻ പോവുക. ഇപ്പം നമ്മൾ നടക്കുന്ന പോലുള്ള സ്വാതന്ത്ര്യത്തോട് പല കാര്യങ്ങൾക്കും മുടക്കം വരാൻ പോവുക. അപ്പോഴും കൃപയോടെ നിൽക്കുന്ന ഒരു ദൈവത്തെ മാതപ്പെടുത്തിക്കേ. കരമേശ് ദൈവത്തെ സ്തുതിച്ചേ. ഇവന്റെ ദൈവത്തിന്റെ സ്ഥാനത്താണോ ഇവന്റെ കുഷ്ഠം മാറ്റി കൊടുക്കാൻ ഒക്കുമോ? അവസാനം അതിന്റെ മെയിൻ അധികാരി പറഞ്ഞ് എനിക്കൊന്നും പറ്റത്തില്ല. പക്ഷെ അവൻ ശ്വാസം കിട്ടാതെ അദ്ദേഹം മരിച്ചുപോയി. അവന്റെ വ്യൂസിനോ അവന്റെ സബ്സ്ക്രൈബേഴ്സിനോ അല്ലെങ്കിൽ അവനെ പോപ്പുലറാക്കി ആർക്കും അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ വിളിച്ചു പറയാം, നിന്റെ ഏത് മരണയോർദാനിലും ഏത് കഷ്ടതയിലും ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവം. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് കരങ്ങൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം, ശിഷ്യന്മാര് യഹൂദന്മാരെ എല്ലാം പേടിച്ച് മുറി അടച്ചിട്ട്, പ്രത്യേകിച്ച് ഞാൻ ചിത്രകാരനായതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അവരുടെ ഡോറിനെ കുറിച്ചൊക്കെ എൻ്റെ പിതാവ് അതിൻ്റെ എല്ലാം പഠിച്ച് അങ്ങനെയുള്ള ചരിത്ര കാര്യങ്ങളിൽ ഉള്ള ഡോറുകൾ, സാധാരണ ഡോറല്ല, നമ്മുടെ ഇതിൻ്റെ ഒരു 3-4 വലിപ്പമുള്ള കഥകൾ, അതെല്ലാം അവരെ അടച്ചകത്തിരുന്നിടത്ത് അവരുടെ മുമ്പിൽ ഹല്ലേലൂയ, നസറേത്തിലെ ആശാരിയുടെ മോനല്ല, ദൈവത്തെ സ്തുതിച്ചേ, യോസഫിന്റെ മകനായിട്ടല്ല, മറിയുടെ മോനായിട്ടല്ല, അവരുടെ നടുവിൽ വന്നിറങ്ങി നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ അഭിഷേകം. ഇന്ന് ഞാൻ വിളിച്ചു പറയാം, ഏത് സാഹചര്യങ്ങളിലും ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ യേശു എന്ന് അവന്റെ നാമം എന്ന് വിളിച്ചു പറയുമ്പോൾ, പിതാവെന്ന് വിളിച്ചു പറയുമ്പോൾ, പരിശുദ്ധാത്മാവെന്ന് വിളിച്ചു പറയുമ്പോൾ എത്ര പേർ ഏറ്റെടുക്കും? ഒരു മനുഷ്യനെ മാറ്റുന്ന ഇനി ഒന്നും വന്നിട്ടില്ല. മനുഷ്യനെ രൂപാന്തരപ്പെടുന്ന ഒന്നും വന്നിട്ടില്ല. ദൈവത്തെ സ്തുതിച്ചാട്ട്, കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇത് ChatGPT ചോദിക്കുന്ന കണ്ടിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് കൂടുതൽ ഉപയോഗിച്ച് ചാറ്റ് ബോട്ടിങ് കൂടുതൽ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അമ്മേനി കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ അതിനോട് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അത് പറഞ്ഞ് ആത്മഹത്യ ചെയ്തോളാം. അതിന് വലിയ ചോദ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നീ എന്ത് ചെയ്യണമെന്ന് ചോദിക്കേണ്ട ഒരു പാറയുണ്ട് നിന്റെ മുമ്പിൽ, ഒരു നാമമുണ്ട്. എല്ലാവരും ക്ഷീണിച്ചു പോയോ? നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ തക്ക മറുപടി തരുന്ന ഒരു നാമമുണ്ട്. അത് യേശുവിന്റെ നാമമാണ്, രൂപാന്തരപ്പെടുന്ന നാമം. നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവ് അത് കഴിഞ്ഞ് അക്കരെ അവനെ വിടുവിച്ചിട്ട് കർത്താവ് ഇക്കരെ വന്നു. എല്ലാവരും പറഞ്ഞ്, അക്കരെ ഒരു വിടുതൽ നടന്നിട്ട് കർത്താവ് അടങ്ങിയിരുന്നില്ല. ഇപ്പറെ വന്നപ്പോൾ പരീക്ഷന്മാരൊരു പ്രമാണി വന്ന് ഇവന്റെ പാദപീഠത്തിൽ വീഴുകയാണ്. കർത്താവിന് ഏകജാതായ മകള ഇപ്പോൾ തന്നെ മരണത്തിന്റെ വക്കിൽ നിൽക്കുക. നീ വന്നൊന്ന് കരം വെച്ചാൽ സൗഖ്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, വിശ്വാസം ദൈവത്തിന് പിണക്കമൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നീ വന്ന് കൈവച്ചാൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകുമെന്ന് പറയുന്നിടത്ത് കർത്താവ് അതിനെ ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് വിളിച്ചില്ല. ഒരാമയും പറഞ്ഞേ സാരമില്ല. ചിലരെങ്ങനെ പാസ്റ്റർ അല്ലെ കൈവച്ച് പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ, വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ. ചിലർ പറയും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ചിലർ പറയാം വചനം ഒന്ന് അയച്ചാൽ മതി. പക്ഷെ ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് പറഞ്ഞു, ഗ്രേറ്റ് ഫെയ്ത്ത്. ഞാൻ ഇസ്രായേലിലൊന്നും കണ്ടിട്ടില്ല ഇതുപോലുള്ള വിശ്വാസം. പക്ഷെ കർത്താവ് പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ, വിധവയെ അസഹ്യപ്പെടുന്ന കാര്യം പറയുമ്പോൾ, മനുഷ്യപുത്രം ഭൂമി വന്നിട്ട് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. ദൈവത്തെ സ്തുതിച്ച് കരങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്താട്ട്. അവൻ വന്ന് പറഞ്ഞ് കർത്താവെ കൂടെ വരണേ. കർത്താവ് പറഞ്ഞില്ല, പിണങ്ങിയില്ല അവനോട്. കർത്താവിന്റെ കൂടെ നടക്കുക. ഓ ദൈവത്തെ കരങ്ങളോട് ദൈവത്തെ സ്തോത്രം ചെയ്ത് ഞാൻ പലപ്പോൾ ചിന്തിക്കും, ദൈവമേ, കാലുകൊണ്ട് 30 വയസ്സുള്ള യൗവനക്കാരൻ ഗലീലയിലും അമ്മേ യോർദാൻ ഇങ്ങനെ നടക്കുകയാണ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. എവിടെ ആവശ്യക്കാരുണ്ടോ രാത്രി മുഴുവൻ പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. ദൈവത്തെ മാറ്റപ്പെടുത്തിക്കുക. പകലുതാൻ ബന്ധനങ്ങളെ അഴിക്കുക. അതാ പത്രോസ് പറഞ്ഞത്, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്ന് ദൈവത്തെ മാറ്റപ്പെടുത്തിക്കുക. കർത്താവിനോട് പോകുമ്പോൾ ഒരു വലിയ സംഭവം നടക്കുക. ദൈവത്തെ സ്തുതിച്ച് കരങ്ങൾ വീശി കർത്താവിനെ സ്തുതിച്ച്
ആ ഒരു രക്തസ്രാവമുള്ള സ്ത്രീ ഒരു തീരുമാനമെടുത്തു. നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനമല്ല. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഇങ്ങനെ പറയും, ഞാൻ പള്ളിയിൽ പോവും, ഞാൻ പ്രാർത്ഥിക്കും, ഭാഷ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, പക്ഷേ ഞാൻ സൗഖ്യമാണെന്ന് പറയത്തില്ല. മൂന്നാമത്തെ അവൾ പറഞ്ഞു, ഞാൻ പോകും, തൊങ്ങലിലെങ്കിലും തൊടും സൗഖ്യം. അടുത്ത കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഞാൻ പോകും, തൊങ്ങലിലെങ്കിലും തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. അതാ വിശ്വാസം. ആദ്യത്തെ രണ്ട് കാര്യം ആരും പറയും, ഞാൻ പോകും, തൊങ്ങലിലെങ്കിലും തൊടും. അല്ല, സൗഖ്യമാകുന്നുള്ള നീ പറയുന്നതാണ് വിശ്വാസം. കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. അതാ വചനം പറയുന്ന, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ചോദിക്കുന്നത് ലഭിച്ചുവെന്ന് വിശ്വസിക്കണം. കൊച്ചുകുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായാലും ഒന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഞാൻ എപ്പോഴും പറയും, ആദ്യം അവർക്ക് മാതാവും പിതാവും അനുവാദം കൊടുക്കത്തില്ല. പക്ഷെ അവരെ ഒന്ന് മൂടിയില്ലേലും പറയും, പപ്പ എനിക്ക് മേടിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ, ഡാഡി എനിക്ക് മേടിച്ചു തരുമെന്ന് പറഞ്ഞു. എൻ്റെ മോനോട് ഇരിപ്പുണ്ട്. ചെറുപ്പത്തിൽ അവൻ അങ്ങനെ ഒത്തിരി മുതലെടുത്ത തന്നെ വന്നിങ്ങനെ പറഞ്ഞിട്ട് മമ്മിയോടും വന്ന് പറഞ്ഞിട്ട് എന്നോട് പറയും, അപ്പ എനിക്ക് സൈക്കിൾ മേടിച്ചു തരാം. അവള് വന്നിട്ട് ചോദിക്കും, പറഞ്ഞാൽ മേടിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല. അതാ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല പക്ഷെ ഇവൻ പലപ്പം പറയാൻ തുടങ്ങി, അപ്പ എനിക്ക് സൈക്കിൾ മേടിച്ചു തരും, പക്ഷെ ഞാൻ നിർബന്ധിതനായി കൊടുക്കാൻ. ഗ്രാമീൺ ഉറക്കെ പറഞ്ഞു, ഇത്രക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. അതേസമയം നമ്മൾ ഈ പ്രേട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കും, ആ പ്രേട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കും, പിന്നെയും വേറെ നിവാസന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും, വീണ്ടും തലേ കൈവെക്കും. നമുക്ക് വിശ്വാസമില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ അത് ഏറ്റെടുത്തായിട്ട് പറയും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, നിന്റെ ശരീരം സൗഖ്യമാകുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, ബന്ധനങ്ങളെ ദൈവം അഴിക്കുകയാണ്. എനിക്കറിയാം, ഒരു തൃപ്തിമല വന്നതാണ് ഞാൻ പറയുകയാണ്. അവർക്കൊന്നും ആദ്യ കാലത്ത് വന്ന് ഒരിക്കൽ ഞാൻ വിളിച്ച് അവിടെ വന്ന ഒരു ഫ്യൂണറൽ ഒന്ന് വായിക്കാനായിട്ട് വന്നു. അവിടെ ഞങ്ങളുടെ സഭ തുടങ്ങുന്നത് ബ്രദർ ഗോപി കരവനിവർത്തിക്ക്. ആ സഭ തുരുത്തുപോലെ തുടങ്ങുന്ന എങ്ങനെയോ, ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞ്, ഇവിടെ കൈ ഒരിക്കലും നേരെയാകത്തില്ല. പശു തെള്ളിയിട്ട് ഒടിച്ച് കുത്തി ദേഹം മുഴുവൻ ചോരയൊഴുക്കി. ആരോ പറഞ്ഞ് അവിടെ ഒരു പ്രാർത്ഥനയാണ്. സഭ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ വന്ന് എനിക്കറിയത്തില്ല, സാരി ഇങ്ങനെ തൊച്ച് കൈ ഇങ്ങനെ തൊടുത്ത് വെച്ചേക്കുക. അവിടെ അദ്ദേഹത്തിന് നാത്തൂൻ പറഞ്ഞു വിട്ടാൽ എനിക്കൊന്നും അറിയത്തില്ല. ഭാഷ പ്രാർത്ഥിക്കണം, എൻ്റെ കൈ, എനിക്ക് ഇത്രയും അവസ്ഥ എനിക്ക് കൈയുടെ അറിയത്തില്ല. ഞാൻ വിരലിൻ്റെ അറ്റത്ത് തൊട്ടപ്പോൾ പെട്ടെന്ന് തെറിച്ച് ആള് താഴെ വീണു. ഞാൻ ഭയന്നുപോയി, ദൈവം എന്തെങ്കിലും പറ്റിയാന്നോ കർത്താവേ, പിന്നെയും പ്രശ്നമായി. പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ കൈ നമ്മൾ എന്തോ പ്രശ്നം പറ, എൻ്റെ കൈ എനിക്ക് അനക്കാനൊക്കത്തില്ലായിരുന്നു, എൻ്റെ കൈ എനിക്ക് നൂർക്കാനൊക്കത്തില്ലായിരുന്നു, എൻ്റെ കൈ എനിക്ക് എന്ത് സംഭവിച്ചു? ഇവൾ ശമരിയക്കാരി സ്ത്രീ പറയുന്ന പോലെ ആ മലയിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ കൈ സൗഖ്യമായി. 8 കുടുംബം വന്നിട്ട് പറഞ്ഞു, എന്നെ സ്നാനപ്പെടും. അങ്ങനെ തുടങ്ങിയ സഭയെ ഞങ്ങൾ സാക്ഷ്യം പോലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. രാത്രി ഞാൻ വിളിച്ചു പറയുക, അവള് പറഞ്ഞു, ഞാൻ തൊങ്ങല്ലെങ്കിലും തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, രൂപാന്തരപ്പെടുന്ന യേശു, സൗഖ്യമാകുന്ന യേശു ഇന്നും അവന്റെ തൊങ്ങലുണ്ട്. വിശ്വാസത്തോടെ തൊടാൻ തയ്യാറായാൽ നീ സൗഖ്യമാകും.